ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ മാത്സിൻ്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ്. അതായത് ഫോർമുലാസ് വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ കൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് മാത്സിൻ്റെ വീഡിയോ ഒന്ന് വേഗം ചെയ്യാൻ പറ്റുമോ, ഫോർമുലാസ് വെച്ചിട്ടൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിൻ്റെ ബേസിസിൽ വേഗം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മലയാളം എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് 1, 2, 3, 4 ആണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾസ് 1, 2, 3, 4. ഇനി ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖണ്ഡ സംഖ്യകൾ, അതിൻ്റെ എക്സാമ്പിൾ 0, 1, 2, 3, 4 തൊട്ട് തുടങ്ങും കേട്ടോ. 1, 2, 3 ആണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സിനകത്തൊരു ഓ ഇല്ല, അപ്പോൾ 0 തൊട്ട് തന്നെയാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 0, 1, 2, 3, 4 അങ്ങനെ അങ്ങ് പോകും. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭാജ്യ സംഖ്യകളാണ്. പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകൾ, അതായത് ആ നമ്പറും 1ഉം മാത്രമേ അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 5ഉം 1ഉം മാത്രമേ ഉള്ളൂ അല്ലേ, അപ്പോൾ അതൊരു പ്രൈം നമ്പറാണ്. 7 ആണെങ്കിലും 7ഉം 1ഉം മാത്രമേ അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ, അപ്പോൾ പ്രൈം നമ്പർ 7 ആണ്. അടുത്ത കോമ്പോസിറ്റ് നമ്പറാണ്, അതായത് ഭാജ്യസംഖ്യകൾ. ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ 4 ആണെങ്കിൽ അതിന് ഫാക്ടർ ഇല്ലേ, 2ഉം 2ഉം 4 ആവും. 6 ആണെങ്കിൽ 2, 3. അപ്പോൾ അതാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഭാജ്യസംഖ്യകൾ. എല്ലാത്തിൻ്റെയും മലയാളം പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്തത് നോക്കാം. 0 തൊട്ട് 50 വരെയുള്ള സംഖ്യകളിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു കോഡ് പഠിച്ചു വയ്ക്കുക. അതായത് 4, 4, 2, 2, 3, 2, 2, 3, 2, 1. 4, 4 എഴുതി വയ്ക്കുക. പിന്നെ അതിൻ്റെ ഹാഫ് 2, 2, പിന്നെ 3, 2, പിന്നെ തിരിച്ചിടുക 2, 3, 2, 1. ഈ ഒരു കോഡ് ഓർത്ത് വയ്ക്കുക. ഇനി 0 തൊട്ട് 50 എന്ന് പറയുമ്പോൾ നമ്മൾ 5 വരെയുള്ള, 50 എന്ന് പറയുമ്പോൾ 5 ആയിട്ട് എടുക്കുക കേട്ടോ. 5 വരെയുള്ള നമ്പേഴ്സൊക്കെ കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി. അതായത് 5 വരെ എഴുതിയേക്കുന്ന നമ്പേഴ്സിൻ്റെ അടിയിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4, 4, 2, 2, 3. ഇതല്ലേ 5 വരെയുള്ള എഴുതിയേക്കുന്നത്? അതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? 4 + 4, 8 + 2, 10 + 2, 12 + 3, 15 കിട്ടും. ക്ലിയർ ആയോ? ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇപ്പോൾ 70 മുതൽ 90 വരെയുള്ള സംഖ്യകളിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് എടുക്കണം? 7ഉം 9ഉം. അപ്പോൾ 7ഉം 9ഉം ഇടയിലുള്ള കേട്ടോ. അപ്പോൾ ഒരെണ്ണം നമ്മൾ എടുക്കണ്ട. അതായത് 70യും 90യും എന്ന് പറയുമ്പോൾ 8ഉം 9ഉം ആയിട്ട് എടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അതായത് 3 + 2 എടുത്താൽ മതിയെന്ന്. 7ൻ്റെ കൂട്ടരുത്, കൂട്ടിക്കഴിഞ്ഞാൽ തെറ്റിപ്പോവും. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 3 + 2, 5 കിട്ടും. ഇനി അടുത്ത് ശരാശരിയാണ്. ശരാശരി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സം ബൈ ടോട്ടൽ നമ്പേഴ്സ് ചെയ്യണം. അതായത് സംഖ്യകളുടെ തുക ബൈ എണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവറേജ് അല്ലെങ്കിൽ ശരാശരി കിട്ടും. ഇനി എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n+1/2 ആണ് കേട്ടോ. എന്താണ്? n+1/2 ആണ്. തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് n ആണ്. തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ ശരാശരി n ആണ്. തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണ്? n+1 ആണ്. തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ ശരാശരി n+1. ഇനി ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ ശരാശരി എന്ന് ചോദിക്കുമ്പോൾ, വർഗ്ഗങ്ങളുടെ ശരാശരിയാണ് കേട്ടോ ചോദിക്കുമ്പോൾ, n+1 ഒരു ബ്രാക്കറ്റിനകത്ത്, പിന്നെ 2n+1 ദി ഹോൾ ഡിവൈഡഡ് ബൈ 6 ചെയ്യുക കേട്ടോ. ഒന്നല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പഠിക്കുക. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി ചോദിക്കുമ്പോൾ n × n+1 ദി ഹോൾ സ്ക്വയർ ദി ഹോൾ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടും. അടുത്ത് നോക്കാം. HCF × LCM = സംഖ്യകളുടെ ഗുണനഫലം. അതായത് ഉസാഗ × ലസാഗു = സംഖ്യകളുടെ ഗുണനഫലം. അപ്പോൾ അതിൽ നമുക്ക് HCF അല്ലെങ്കിൽ ഉസാഗ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ബൈ LCM ചെയ്യാലോ. കാരണം × LCM അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ LCM ആവില്ലേ. അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ ഒറ്റ ഫോർമുല ഓർത്ത് വയ്ക്കുക. HCF അതായത് ഉസാഗ × ലസാഗു = സംഖ്യകളുടെ ഗുണനഫലം. അത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി 2 ഇക്വേഷൻസും അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് ഭിന്നസംഖ്യകളുടെ ലസാഗു. ഭിന്നസംഖ്യ കൊടുത്തിട്ട് ഭിന്നസംഖ്യകളുടെ ലസാഗു കണ്ടുപിടിക്കാൻ പറയുമ്പോൾ അംശങ്ങളുടെ ലസാഗു ബൈ ഛേദങ്ങളുടെ ഉസാഗ. അതായത് ന്യൂമറേറ്ററിൻ്റെ LCM കണ്ടുപിടിക്കുക ബൈ ഡിനോമിനേറ്ററിൻ്റെ HCF കണ്ടുപിടിക്കുക. ഭിന്നസംഖ്യകളുടെ ഉസാഗ ചോദിക്കുകയാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ്. ഉസാഗ ചോദിക്കുകയാണെങ്കിൽ മുകളിൽ ന്യൂമറേറ്റർ ഉസാഗ ആയിരിക്കും, താഴെ ഡിനോമിനേറ്റർ ലസാഗു ആയിരിക്കും. അടുത്ത് നോക്കാം. a + b ദി ഹോൾ സ്ക്വയർ = a² + 2ab + b². a - b ദി ഹോൾ സ്ക്വയർ = a² - 2ab + b². ഇനി a² - b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a + b × a - b ആണ്. a + b ദി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a³ + 3a²b + 3ab² plus b³. a + b ദി ഹോൾ ക്യൂബ് a³ + 3a²b + 3ab² + b³. a - b ദി ഹോൾ ക്യൂബ് ആണെങ്കിൽ a³ - 3a²b + 3ab² - b³. തെറ്റിക്കരുത് കേട്ടോ. പിന്നെ a³ + b³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a + b × a² - ab + b².
എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അടുത്തത് നമുക്ക് സമയവും ദൂരവും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഫോമുലാസ് പഠിക്കാം. ദൂരം എന്ന് പറയുന്നത് വേഗത ഇൻറ്റു സമയം, ഒരൊറ്റ ഫോമുല പഠിച്ചു വയ്ക്കുക. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ബാക്കി രണ്ടെണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം ബൈ സമയം, അല്ലെങ്കിൽ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം ബൈ വേഗത. ഓക്കെ, ഇനി കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ യൂണിറ്റ് എങ്കിൽ അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കണമെങ്കിൽ ഇൻറ്റു 5/18 ചെയ്യാം. ഇൻറ്റു 5/18 ചെയ്ത് കഴിഞ്ഞാൽ കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കാം. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ടാക്കണമെങ്കിൽ നേരെ തിരിച്ച് ഇൻറ്റു 18/5 ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കണമെങ്കിൽ ഇൻറ്റു 5/18. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത്രയും ആൻസർ എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇനി ശരാശരി വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2xy/x+y ആണ് അതിൻ്റെ ഫോമുല. ശരാശരി വേഗത, അതിൽ x എന്ന് പറയുന്നത് ഒരു സ്പീഡ്, y എന്ന് പറയുന്നത് അടുത്ത സ്പീഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അവിടെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫോമുല യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ്, ഇപ്പോൾ ഒരേ ദിശയിലാണ് രണ്ട് ട്രെയിൻ സഞ്ചരിക്കണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ രണ്ട് ട്രെയിനിൻ്റെയും സ്പീഡുകൾ തമ്മിൽ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യണം കേട്ടോ, മൈനസ് ചെയ്യണം. ഒരേ ദിശയാണെങ്കിൽ, എതിർ ദിശയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡുകൾ തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, തെറ്റിക്കരുത്. ഇനി അടുത്ത പോയിന്റ്, ഒരു പാലം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഒക്കെ ക്രോസ് ചെയ്യണ കേസ്, അങ്ങനത്തെ കുറച്ച് നമ്മൾ ന്യൂമറിക്കൽസ് കണ്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലത്തിൻ്റെ ഡിസ്റ്റൻസും അതുപോലെ തന്നെ ട്രെയിനിൻ്റെ ലെങ്ത്തും കേട്ടോ, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടുന്നത്. തെറ്റിക്കരുത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതായിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ്. ഇനി അടുത്തൊരു കേസ് ഞാൻ പറയാം. ഇപ്പോൾ ഒരു ക്വസ്റ്റിനകത്ത് 2 സ്പീഡ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. 2 സ്പീഡും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ സമയ വ്യത്യാസവും കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. സമയ വ്യത്യാസവും കൊടുത്തിട്ടുണ്ട്, സ്പീഡും 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൂരം കണ്ടുപിടിക്കാനുള്ള ഫോർമുല S1 × S2 S2 - S1 × T. അതായത് S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പീഡ്, S2 മറ്റേ സ്പീഡ്, രണ്ടും കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടിക്ക് ഇട്ടേക്കണം കേട്ടോ. S2 - S1 ചെയ്യുക ഇൻറ്റു T. T എന്ന് പറയുന്നത് എന്താ? സമയ വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്കറിയാലോ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ. അപ്പോൾ ആ സ്പീഡിനെ നമ്മൾ ജസ്റ്റ് S1 × S2 S2 - S1 എന്ന് എഴുതി, പിന്നെ ഇൻറ്റു ടൈമും കൂടെ എഴുതി. ആ ടൈം എന്ന് പറയുന്നത് നമ്മുടെ സമയ വ്യത്യാസമാണ്. ഇപ്പോൾ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരാൾ ഓഫീസിലേക്ക് 50 km/h പോയപ്പോൾ 10 മിനിറ്റ് വൈകി എത്തി. 100 km/h പോയപ്പോൾ 10 മിനിറ്റ് നേരത്തെ എത്തി. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലേ. അപ്പോൾ ഇതിനകത്ത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? 2 സ്പീഡ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 2 സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സമയ വ്യത്യാസമാണ് ഇവിടുത്തെ T. S1 എന്ന് പറയുന്നത് ഒരു സ്പീഡ്, S2 എന്ന് പറയുന്നത് അടുത്ത സ്പീഡ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ മനസ്സിലായല്ലോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ സ്പീഡ് km/h ആണെങ്കിൽ സമയം സെക്കൻഡ്സിലാണെങ്കിൽ നമ്മൾ km/h മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കണം കേട്ടോ. അത് തെറ്റിക്കരുത്, അത് ശ്രദ്ധിക്കണം. അടുത്തത് ദിശയും ദൂരവുമാണ്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. ഡയറക്ഷൻസ് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഡറിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ ക്വസ്റ്റിനകത്ത് വലതെന്നാണ് പറയണമെങ്കിൽ നമ്മളെപ്പോഴും ക്ലോക്ക് വൈസ് എടുക്കുക. ക്ലോക്ക് വൈസിൽ വേണം ഡയറക്ഷൻ എടുക്കാൻ. ഇടതെന്ന് പറയുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. വലത് ക്ലോക്ക് വൈസ്, ഇടത് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി അടുത്ത് ലാഭവും നഷ്ടവും, അതിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് ഫോമുലാസ് ഉണ്ടാവും, പഠിച്ചു വയ്ക്കുക. ലാഭം എന്ന് പറഞ്ഞാൽ എന്താ? SP - CP, അതായത് വിറ്റ വില മൈനസ് വാങ്ങിയ വിലയാണ്. നഷ്ടമാണെങ്കിൽ വാങ്ങിയ വില മൈനസ് വിറ്റ വില. ലാഭ ശതമാനം ചോദിക്കുകയാണെങ്കിൽ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. എപ്പോഴും നമ്മൾ വാങ്ങിയ വിലയിലാണ് ലാഭം കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ലാഭ ശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടമാണെങ്കിലോ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇനി ലാഭശതമാനവും വാങ്ങിയ വിലയും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിറ്റ വില കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് ഫോമുല? 100 + പ്രോഫിറ്റ് പെർസെൻറ്റേജ് ബൈ 100 ഇൻറ്റു CP. വാങ്ങിയ വിലയാണെങ്കിലോ 100/100 + പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു CP. ഇനി ഞാൻ പേഴ്സൻറ്റേജിലെ കുറച്ച് ഫോമുലാസാണ് പറയണത്. ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാഭശതമാനം ആ ഒരു ചാപ്റ്റർ ഇല്ലേ, അപ്പോൾ അതിനകത്ത് ഈ പേഴ്സൻറ്റേജ് കയറി വരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി പറഞ്ഞു തരുന്നത്. അതായത് ഒരു സംഖ്യയുടെ വില X% കൂട്ടി തുടർന്ന് Y% കൂട്ടി. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ വർധനവ് എന്ന് പറയുന്നത് X + Y + XY/100 ആണ്. അതായത് X% കൂട്ടി പിന്നെ Y% കൂട്ടി ടോട്ടൽ വർധനവ് എന്ന് പറയുമ്പോൾ X + Y + XY/100. ഇനി ആ ഒരൊറ്റ ഫോമുല ഓർത്താൽ മതി കേട്ടോ, ബാക്കിയുള്ള ഫോമുല നമുക്ക് കിട്ടും. ഇപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോ. X% കൂട്ടി പിന്നെ Y% കുറയ്ക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നെഗറ്റീവ് ഇടുക, വൈയുടെ സ്ഥാനത്ത് നെഗറ്റീവ് ഇടുക. അപ്പോൾ നോക്കിയേ, X - Y - XY/100 ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്തത് എയുടെ ശമ്പളം ബിയേക്കാൾ X% കൂട്ടി ബിയുടെ ശമ്പളം എയേക്കാൾ എത്ര ശതമാനം കുറയ്ക്കണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? X/100 + X × 100 ആണ് നമ്മുടെ ആൻസർ. അത്രയും കുറയ്ക്കണം. അപ്പോൾ ഇവിടെ കുറയ്ക്കണം എന്നാണ് ചോദിക്കണമെങ്കിൽ നമ്മുടെ ഡിനോമിനേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം കേട്ടോ. അതായത് X/100 + X × 100 ആയിരിക്കും.
അതേസമയം ക്വസ്റ്റ്യനിൽ കൂട്ടണം എന്നാണ് പറയണമെങ്കിൽ നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യണം 100 - x ആണ് ആൻസർ വരിക. അതായത് x/100 - x × 100 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ കുറയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിനോമിനേറ്റർ കൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിനോമിനേറ്റർ കുറയ്ക്കണം. ക്ലിയർ അല്ലേ? പിന്നെയുള്ള ബോർഡ് മാസ് റൂളാണ്. അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ആദ്യം ബ്രാക്കറ്റ് ചെയ്യുക, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞാനത് വേഗം തന്നെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം കുറേ പേര് മാത്സിൻ്റെ ഫോർമുലാസ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ബേസിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നാളത്തെ എക്സാം എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് സമയമൊക്കെ നോക്കി വേഗം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നെഗറ്റീവ്സ് ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.